ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സി ഡി ഡ്രൈവാണ്. ഇത് ഒരു ലാപ്ടോപ്പിൻ്റെ സി ഡി ഡ്രൈവാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ കാര്യങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം. ആദ്യം ഇവിടെ വരുന്ന സ്ക്രൂ ആണ് ലാപ്ടോപ്പിനെയും സി ഡി ഡ്രൈവിനെയും കൂടി ഹോൾഡ് ചെയ്യുന്നത്, ലാപ്ടോപ്പുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുന്നത്. ആണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഈ കാണുന്ന ലേസറിൻ്റെ പോർഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സി ഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് സി ഡിയുടെ അടിയിലുള്ള ഈ പോർഷനിൽ അടങ്ങിയിരിക്കുന്ന ഡേറ്റാസ് റീഡ് ചെയ്യുന്നത് ഈ ലേസർ വഴിയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ലേസർ വഴിയാണ്. ഈ ലേസറിൻ്റെ ഈ പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. ഇതിൽ കോയിലുണ്ട്, രണ്ട് സൈഡിലും മാഗ്നറ്റ് ഉണ്ട്. ഇതിനകത്ത് വോൾട്ടേജ് വേരിയേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇതിൻ്റെ പോളാരിറ്റി ചേഞ്ച് ചെയ്ത് നീക്കുകയും ചെയ്യും. അപ്പും ഡൗണും റൈറ്റും ലെഫ്റ്റും എല്ലാം നീക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ ലാപ്ടോപ്പിലായിരിക്കുന്ന സമയങ്ങളിൽ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് ഓപ്പണായി വരും. അല്ലാത്ത ഇത് എമർജൻസി കണ്ടീഷനിൽ നമുക്ക് ഇപ്പോൾ സി ഡി ഇതിനകത്ത് കുടുങ്ങിപ്പോയി ലാപ്പ് ഓഫായി അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി ഫീച്ചർ കണക്കുള്ളതാണ്. ഇതേപോലത്തെ എന്തെങ്കിലും ആയിട്ട് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കും സി ഡ്രൈവ് പുറത്തേക്ക് ചാടി വരും. ഇതുവഴി നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം. സി ഡി നമ്മൾ ഇതിനകത്തേക്ക് പ്രസ് ചെയ്ത് വെക്കും. നോർമലി നമ്മൾ ആദ്യം കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ആ പടം ഇതിനകത്ത് ഇത്രയും പോർഷനല്ലേ ഉള്ളൂ, ഇത്രയും സ്പേസിലല്ലേ ഇത് ഡ്രൈവ് റണ്ണാവുന്നുള്ളൂ, അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ റണ്ണിങ്ങിൻ്റെ സാധനങ്ങളും എല്ലാം ഉള്ളൂ. പിന്നെ ഈ ഒരു സ്പേസ് ചുമ്മാ ഒരു മെറ്റൽ കേസ് അവിടം വരെ എന്തിനാണെന്നുള്ളത് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ആക്ച്വലി സി ഡിയുടെ 3/4 ഭാഗം മാത്രമേ ഇത് വരുന്നുള്ളൂ. ബാക്കി 1/4 ഭാഗം ഈ പോർഷനിലായിട്ടാണ് വരുന്നത്, ഈ ഒരു സ്പേസിലായിട്ടാണ് വരുന്നത്. ഇതാണ് ഈ ബോർഡ് വഴിയാണ് ഇതിനകത്തുനിന്ന് റീഡ് ചെയ്യുന്ന ഡേറ്റ ഇതിലേക്ക് വരും, ഈ ബോർഡിലേക്ക് വരും. ഇതിൽ നിന്ന് നേരെ പവർ കേബിളും സാറ്റ കേബിളും ഉപയോഗിച്ച് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. ഇതിനകത്താണ് അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്കതും റിമൂവ് ചെയ്യാം. ഇതിലൊരു സ്വിച്ച് കാണാം, പിന്നെ ഇവിടെയായിട്ട് ചെറിയൊരു ഹോളായിട്ട് നമുക്ക് കാണാം. ഈ ഹോളിലാണ് നമ്മൾ ഇത് ഇടുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ലോക്ക് കണ്ട നമ്മൾ ഇടുമ്പോഴേക്കും ഈ ഒരു ലോക്കാണ് മൂവ് ആവുന്നത്. ഇങ്ങനെ ലോക്കായിട്ടിരിക്കും. അതിനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് ഇങ്ങോട്ട് മൂവ് ആവും, എന്നിട്ട് ഇതിൽ നിന്ന് റിലീസായി വരികയും ചെയ്യും. ഈ ലോക്ക് ഹോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഈ കാണുന്ന ഒരു മെറ്റൽ പാർട്ടിൻ്റെ അവിടെയാണ് ലോക്കായി നിൽക്കുന്നത്. നമ്മളത് ഇത് ലോക്ക് ഇങ്ങോട്ട് മാറുമ്പോഴേക്കും അതിൽ നിന്ന് വിട്ടുപോയിട്ട് CD റിമൂവ് ആവും, പുറമേക്ക് ചാടും. പുറമേക്ക് ചാടുന്നതിന് വേണ്ടി ഇവർ ചെയ്തിരിക്കുന്ന മറ്റേ വലിയ നമ്മുടെ ഡെസ്ക്ടോപ്പ് ടൈപ്പ് കമ്പ്യൂട്ടറിൻ്റെ CD ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും പുറമേക്ക് റണ്ണായി വരും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നതിന് ഭയങ്കര പ്രസ്സായിരിക്കുന്നതിന് ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചെയ്യത്തേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പുറമേലേക്ക് പുള്ളി ചെയ്യത്തേ ഉള്ളൂ. ആ പുള്ളി ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന മെക്കാനിസം എന്ന് വെച്ചാൽ ഈ ഒരു കമ്പിയാണ് ഇവിടെയായിട്ട് ഈ കാണുന്നത്. അതിൻ്റെ എന്ന് വെച്ചാൽ ഈ ഒരു സ്പ്രിങ് ആക്ഷൻ നമ്മൾ CD ഡ്രൈവ് ഫുള്ള് ഉള്ളിലേക്ക് തള്ളി കഴിയുമ്പോഴേക്കും സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു സ്പ്രിങ് ആക്ഷൻ ഫുള്ളായിട്ട് മടങ്ങും ഉള്ളിലേക്ക്. ഇതിങ്ങനെ ഫുള്ളി സ്പ്രിങ്ങിനെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് നിർത്തും. എന്നിട്ട് നമ്മളത് പ്രസ് ചെയ്യുമ്പോഴേക്കും ഈ ലോക്കിൽ നിന്നുള്ള ഇത് കണക്ഷൻ വിടുമ്പോഴേക്കും ഈ സ്പ്രിങ് ആക്ഷൻ്റെ ഫോഴ്സ് കാരണം അത് ജസ്റ്റ് പുറമേലേക്ക് വരുന്നത്. അവിടെ മുട്ടി എന്നുള്ളത് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ ഒരു കാണുന്ന സ്വിച്ച് വഴിയാണ്. ഈ രണ്ട് സ്വിച്ച് ഇതിങ്ങനെ ഈ കാണുന്ന ഇതുവഴി ഇങ്ങനെ കയറി ആദ്യത്തെ ലോക്ക് വീഴും, എന്നിട്ട് രണ്ടാമത്തെ ലോക്ക് ഇതിലിങ്ങനെ തക്കി നിൽക്കും. മറ്റേ ഇത് പുഷ് ചെയ്യുമ്പോഴേക്കും ലോക്ക് അഴിക്കുമ്പോഴേക്കും ഇത് നേരെ റിലീസ് ചെയ്ത് ഇതിൽ നിന്ന് കടത്തി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാവും ഇത് CD ഡ്രൈവ് ഓപ്പൺ ആയെന്നുള്ളത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സ്വിച്ചാണിത്. ഇതാണ് ഇതിനകത്ത് ബോർഡ് കണക്ഷൻ വരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ദൂരമായിട്ട് സാധിക്കും. ഈ കാണുന്ന സ്റ്റെപ്പർ മോട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇത് മോട്ടർ റൺ ആവുന്നതനുസരിച്ച് ഇത് മൂവ് ആയിക്കൊണ്ടേയിരിക്കും, ഫോർവേഡും റിവേഴ്സും. ഇത് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പർ മോട്ടറാണ്. അതാണ് ലേസർ ഡയോഡ്. അതിനകത്തുനിന്ന് ലൈറ്റ് വന്ന് ലെൻസിൽ വന്ന് പതിച്ചിട്ട് ലെൻസിൽ നിന്ന് ഇതിലേക്ക് പോകും, CD ഡ്രൈവിലേക്ക് പോകും. അവിടുന്ന് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് ഡാറ്റ റിസീവറിലേക്ക് വന്ന് പതിക്കും. ഇത് നോർമലി നമ്മൾ ഇത് ലാപ്ടോപ്പിൽ ഈ കാണുന്ന സ്വിച്ചിൻ്റെ ഇതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് CD ഡ്രൈവ് ഓപ്പൺ ആകുന്നത്. അത് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഈ കാണുന്ന കോയില് എനർജൈസ്ഡ് ആയിട്ട് അത് ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് മാറും. അതിൻ്റെ അടുത്തിരിക്കുന്ന ഈ പോർഷനിൽ അട്രാക്റ്റ് ചെയ്യും. ഈ ഇവിടെയായിട്ട് സ്പ്രിങ് ഉണ്ട്, അതിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോഴേക്കും ഇത് ഇങ്ങനെ മൂവ് ആവും. മൂവായിട്ട് ആ ലോക്കിൽ നിന്ന് വിട്ടുവരികയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ CD ഡ്രൈവ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും സാധിക്കുന്നത്. ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആ സ്പ്രിങ് അവിടെ പോയിട്ട് ഇതിലേക്ക് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഇതിലേക്ക് ഇങ്ങനെ വന്ന് ഇതിലേക്ക് ഇങ്ങനെ തട്ടി നിൽക്കും. ഇങ്ങനെ പോയി ഇങ്ങനെ തട്ടി വന്ന് നിൽക്കും. അപ്പോഴേക്കും അത് ലോക്ക് ആവും. ഈ CD ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രഷ്ലെസ് മോട്ടറിലാണ് CD ഡ്രൈവ് CD വെക്കുന്നത്. നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഷകളിൽ എഴുതിയിരിക്കുന്നതാണ് ഡോണ്ട് ടച്ച് ദ ലെൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രയാണ് ഒരു CD ഡ്രൈവിൻ്റെ അകം ഭാഗം.